ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. റാനിയ റെസിപ്പി വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നിപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മിനിയേച്ചർ ടൈപ്പ് ആന്തൂറിയമാണ്. സാധാ നാടൻ ആന്തൂറിയത്തിനും ഈ ഒരു വളപ്രയോഗം ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നതിന് മുന്നേ ഞാനിതിന് മുന്നേയും കുറച്ച് ആന്തൂറിയത്തിൻ്റെ ആണെങ്കിലും ഓർക്കിഡിൻ്റെ ഒക്കെ പരിപാലനം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറിൻ്റെ ഭാഗമായിട്ട് തന്നെ പുതിയ തൈകൾ വരാനും അതേപോലെ തന്നെ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും പുതിയ ഫ്ലവേഴ്സ് വരാനൊക്കെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അധികം ചെയ്യാറുള്ളത് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ഫെർട്ടിലൈസറൊക്കെ അധികം ചെയ്യാറുള്ളത്. ഓർഗാനിക് ഫെർട്ടിലൈസർ ആണെങ്കിലും പിന്നെ അതേപോലെ തന്നെ NPK പോലെയുള്ള കെമിക്കൽ ഫെർട്ടിലൈസറൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കണം. ഞാനിപ്പോൾ കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കനകമേൽ എന്ന് പറയുന്ന ഒരു വളത്തെക്കുറിച്ചിട്ട്. ആ വളവും അതേപോലെ തന്നെ കുറച്ച് എല്ലുപൊടിയുമാണ് എടുത്തിട്ടുള്ളത്. ഇത് മാസത്തിൽ 2 തവണ നമ്മുടെ എല്ലാ പ്ലാന്റ്സിനും കൊടുക്കാവുന്ന ഒരു അടിപൊളി വളമാണ്. ഇതിപ്പോൾ ഇലച്ചെടികൾക്കാണെങ്കിലും ഫ്ലവറിങ് പ്ലാന്റ്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സിന് നല്ല രീതിക്ക് തന്നെ ഫ്ലവേഴ്സ് ഉണ്ടാവാനായിട്ട് സാധിക്കും. ഇപ്പോൾ കനകമേൽ എന്ന് പറയുന്ന ഈ ഒരു വളത്തിൽ ഇതൊരു ജൈവ വളമാണ്. ഇതിൽ കമ്പോസ്റ്റിൻ്റെ അളവാണെങ്കിലും അതേപോലെ തന്നെ ചാണകപ്പൊടി, പിന്നെ വേപ്പിൻ പിണ്ണാക്ക്, ഇതിൻ്റെ എല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നൈട്രജനും ഫോസ്ഫറസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെടിക്ക് നല്ല രീതിക്ക് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സൊക്കെ വളരാനായിട്ട് സാധിക്കുകയും ചെയ്യും. നല്ല രീതിക്ക് തന്നെ പ്ലാന്റ്സിൻ്റെ റൂട്ടൊക്കെ നല്ല കരുത്തുള്ള പുതിയ റൂട്ട്സാവും വരിക. അപ്പോൾ ആദ്യം തന്നെ ഏതൊരു വളം കൊടുക്കുകയാണെങ്കിലും ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചെടിയുടെ ആ ഒരു പോട്ടിംഗ് മിക്സ് ഉണ്ടല്ലോ നല്ല രീതിക്കൊന്ന് ഇളക്കി കൊടുക്കണം, മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ എന്ത് വളമാണോ യൂസ് ചെയ്യുന്നത് അത് ചെടിയുടെ ഡയറക്റ്റ് ചുവട്ടിലിട്ട് കൊടുക്കാണ്ട് കുറച്ച് ചെടിയുടെ സൈഡുകളിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന കനകമേൽ എന്ന് പറയുന്ന വളവും അതേപോലെ തന്നെ എല്ലുപൊടിയും ഞാൻ ഇതേപോലെ മിക്സാക്കി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ മാസത്തിൽ 2 തവണ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് വളരുക ചെയ്യും. പിന്നെ പുതുതായിട്ട് നമ്മൾ വെച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ പുതിയ തൈകൾ വരാനൊക്കെ ഈ ഒരു വളം സഹായിക്കും. ഞാനിപ്പോൾ ഈ ഒരു വളം കൊടുക്കുന്നത് വൈകിട്ടാണ്. പക്ഷേ ടൈമിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ വൈകുന്നേരത്ത് കൊടുക്കുന്നത്. സാധാരണ ഞാൻ വളപ്രയോഗങ്ങളൊക്കെ ചെയ്യാറുള്ളത് രാവിലെയാണ്. രാവിലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു 8-8:30 ആ ഒരു ടൈമിൽ നമ്മുടെ പ്ലാന്റ്സിന് നല്ല രീതിക്ക് വളം കൊടുക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിക്ക് തന്നെ സൂര്യപ്രകാശമൊക്കെ കിട്ടി ചെടി നല്ല രീതിക്ക് സെറ്റായി കിട്ടും. ഇതിപ്പോൾ ഞാൻ വൈകുന്നേരത്താണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യാവും കുറച്ചും കൂടി നല്ലത്. ഇനിയിപ്പോൾ ഇത് ഞാൻ എല്ലാ പ്ലാന്റ്സിനും ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സാധാ നാടൻ ആന്തൂറിയത്തിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല രീതിക്ക് ഫ്ലവേഴ്സ് ലഭിക്കാനാണെങ്കിലും പുതിയ തൈകൾ വരാനെല്ലാം ഇത് നല്ലൊരു റൂട്ട് ഹോർമോൺ കൂടിയാണ് ഈ ഒരു വളം. ഇപ്പോൾ എല്ലാ ചെടിക്കും ഞാൻ ഈ വളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിക്കൊന്ന് നനച്ച് കൊടുക്കുകയാണ്. അപ്പോഴേക്കും നേരം ഒരുപാട് ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.